ബീന ശ്രീധർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സവിത എൻ്റെ സംശയത്തിനുള്ള മറുപടികൾ സവിതയുടെ വീഡിയോയിൽ നിന്ന് കിട്ടാറുണ്ട്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, മറുപടി തരണം. സഹോദരനെ വലിയ ഒരു തുക കൊടുത്ത് പ്രതിസന്ധിയിലായി സഹായിച്ചതിൻ്റെ പേരിൽ വളരെ വിഷമത്തിലാണ്. കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ആള് വാക്ക് പാലിച്ചില്ല. ഹസ്ബൻഡിനെ ഇലാവചനം പറഞ്ഞ് അപമാനിക്കുകയാണ്. കാശിൻ്റെ കാര്യം വ്യവസ്ഥയാക്കണം എന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യം തീർത്തതാണ്. പണത്തേക്കാൾ അതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. 10 രൂപ കിട്ടിയാലും 1 രൂപയെങ്കിലും കഷ്ടം അനുഭവിക്കുന്ന ആളെ സഹായിക്കാം എന്ന പോളിസിയിൽ ജീവിക്കുന്ന ആളുടെ കാശ് വാങ്ങി ഇല്ലാത്ത കാര്യം പറഞ്ഞ് അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്നു. ഞാൻ അവരെ വെറുത്തുപോയി. അവരുടെ പല വിഷമഘട്ടങ്ങളിലും ഉറങ്ങാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയും ഞാൻ ചില നിമിഷം എന്തെങ്കിലും അനുഭവങ്ങളിൽ കൂടി ഒരു പാഠം പഠിക്കണേ അവർ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അതായത് ശപിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒപ്പം ഈശ്വരകോപം ഉണ്ടാകുമോ എന്ന ഭയവുമുണ്ട്. മനസ്സിന് ശാന്തത കിട്ടാൻ, സ്വസ്ഥമാവാൻ ഗുരുവായൂരപ്പനോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാനിപ്പോൾ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലേക്കും കൂടെ പോകുന്നില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ബീന ചേച്ചി വിഷമിക്കാതിരിക്കൂ. നമ്മളുടെ ഭാഗത്ത് പൂർണ്ണമായും ശരിയുണ്ട് എന്നറിഞ്ഞാൽ നമുക്കൊരിക്കലും വിഷമിക്കേണ്ട. അദ്ദേഹം പറഞ്ഞതാണ് ശരി, ബീന ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞതാണ് ശരി. ഗുരുവായൂരപ്പൻ അവരെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്കുള്ള മറുപടി നമ്മൾ കൊടുത്താൽ കുറഞ്ഞു പോവുകയുള്ളൂ. നമ്മൾ ശപിച്ചാൽ നമ്മളുടെ നാമജപത്തിൻ്റെ ആ ഒരു പവർ അവിടേക്ക് പോവുക ചെയ്യുക. എന്തിനാ അതിനൊക്കെ നിൽക്കണേ? അതിനുള്ളതൊക്കെ ഭഗവാന് വീട്ടിൽ കൊടുക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഗുരുവായൂരപ്പ ഇങ്ങനൊരു ചതി പറ്റിപ്പോയല്ലോ, അതിൻ്റെ ഒരു വിഷമമുണ്ടല്ലോ, ആ കണ്ണീരുണ്ടല്ലോ. നമ്മളെ ഒരാൾ ചതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചുരുകുന്ന ആ ഒരു ഉരുകലുണ്ടല്ലോ, അത് അവരെ അനുഭവിക്കാതെ ഭൂമിയിൽ നിന്ന് ഒരിക്കലും പോകാൻ പറ്റില്ല അവർക്ക്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് നമ്മൾ ശപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ശപിച്ച് നമ്മുടെ എനർജി, നമ്മുടെ നാമജപത്തിൻ്റെ പുണ്യം ഇതൊന്നും കളയരുത്. പകരം നമ്മൾ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ പണം കൊണ്ട് അദ്ദേഹം കോടീശ്വരനാവുമോ? അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തരുമോ? കൊണ്ടുപോകട്ടേന്നേ. എവിടം വരെ ഓടാൻ പറ്റും അദ്ദേഹത്തിന്? നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഗുരുവായൂരപ്പനാണ് കേട്ടോ. വെറും 5 പേരാണ് 101 കൗരവർക്കെതിരെ നിന്നുകൊണ്ട് ആ ഒരു വലിയ യുദ്ധം ജയിച്ച് 36 വർഷത്തോളം ആ ഭൂമി എന്താ പറയുക അടക്കി ഭരിച്ചിരുന്നത്. അതുകൊണ്ട് വെറും 5 പേർക്ക് 101 പേരെ നേരിടാനുള്ള ശക്തിയും ധൈര്യവും അതെങ്ങനെ കിട്ടി എന്നുള്ളത് ഒറ്റ നിമിഷം ആലോചിച്ചാൽ മതി. അവരെ തേരിൽ ഇരുന്നു കൊണ്ട് നയിച്ചിരുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്. അതുപോലെ തന്നെ നമ്മളെയും നയിക്കാൻ നമ്മുടെ ഉണ്ണികൃഷ്ണന് സാധിക്കും. പാർത്ഥസാരഥി അനുഗ്രഹിക്കട്ടെ.